ഹലോ നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ്. അങ്ങനെ ബാലചന്ദ്രൻ അലീന ആരാണെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞേക്കാണ്. അലീന രേവതിക്കുട്ടിയുമായി സംസാരിക്കുന്ന ഒരു ഭാഗം കേട്ടതോട് കൂടിയിട്ടാണ് ബാലചന്ദ്രൻ ഇക്കാര്യം തിരിച്ചറിഞ്ഞേക്കുന്നത് കേട്ടോ. ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് തിരിച്ചറിയുന്നത്. ഇതറിഞ്ഞതോട് കൂടിയിട്ട് ബാലചന്ദ്രൻ ആകെ തകർന്നു പോകുന്നുണ്ട് കേട്ടോ. ശരിക്കും അലീന അപ്പോൾ അവളുടെ അമ്മയുടെ വീടാണെന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നതല്ലേ എന്നുള്ള ഇതിങ്ങനെ ചിന്തിക്കുകയാണ് ബാലചന്ദ്രൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞിരാമൻ മേനോൻ അലീനെ കൂട്ടിക്കൊണ്ടുവന്നത് വെറുതെ അല്ല, സ്വന്തം അമ്മയുടെ അടുത്തേക്ക് തന്നെയാണ് അവളെ കൂട്ടിക്കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം, ഞാൻ മാത്രമാണ് ഒരു വിഡ്ഢിയായി പോയത് എന്നിങ്ങനെ ചിന്തിക്കുകയാണ് ബാലചന്ദ്രൻ. മനുവിനും ഇക്കാര്യം അറിയാമായിരിക്കുമോ എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബാലചന്ദ്രനാണെങ്കിൽ ആകെ തകർന്നു പോവുകയാണ് ഇക്കാര്യം അറിഞ്ഞതിലൂടെ. എന്തായിരിക്കാം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക, എന്താണ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞിരാമൻ മേനോൻ തന്നെ ചതിക്കുകയായിരുന്നു, ഒരിക്കൽ പ്രസവിച്ച ഒരു പെണ്ണിനെയാണ് തനിക്ക് വിവാഹം കഴിച്ച് തന്നത് എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഒരു തവണ അവളെ വിവാഹം ആലോചിച്ച് ഞാൻ ചെന്നപ്പോൾ എന്നെ അവിടുന്ന് ആട്ടി ഇറക്കുകയാണ് ഉണ്ടായത്. ഒരു പ്രണയാഭ്യർത്ഥനയുമായി ചെന്നപ്പോൾ എന്നെ ആട്ടി ഇറക്കുകയാണ് ഉണ്ടായത്. പിന്നീട് ഞാൻ പണം സമ്പാദിച്ചതിന് ശേഷം വിവാഹാഭ്യർത്ഥനയുമായി ചെന്ന സമയത്ത് അവർ വേറൊരു എതിർപ്പും പറയാതെ എനിക്ക് വിവാഹം ചെയ്ത് തരികയും ചെയ്തു. അന്ന് തന്നെ ഞാൻ ചിന്തിക്കേണ്ടതായിരുന്നു എന്താണ് ഇതിൻ്റെ പുറകിലെ കാര്യമെന്ന്. അന്നൊരു സംശയം പോലും തോന്നിയില്ല. തൻ്റെ പണമൊക്കെ കണ്ടിട്ടായിരിക്കാം അവർക്ക് ഈ വിവാഹത്തോട് താല്പര്യം വന്നത് എന്നാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷേ വെറും ചതിയായിരുന്നു എന്നോട് ചെയ്തത്. ഒരിക്കൽ ആരുടെയോ കൂടെ പോയി കഴിഞ്ഞിട്ട് പ്രസവിച്ച ഒരു പെണ്ണിനെയാണല്ലോ തനിക്ക് അവർ വിവാഹം കഴിച്ച് തന്നേക്കുന്നത്, തൻ്റെ തലയിൽ കെട്ടിവെച്ചേക്കുന്നത് എന്നൊക്കെ ഓർത്തിട്ട് ബാലചന്ദ്രൻ ആകെ ഭ്രാന്ത് പിടിക്കുകയാണ്. എന്ത് ചെയ്യും, ആരോട് ചോദിക്കും, എങ്ങനെ ഇപ്പോൾ ഇതിനെപ്പറ്റി എന്താണെങ്കിലും വൈദ്യയോട് ഇപ്പോൾ ചോദിക്കാനോ പറയാനോ ഒന്നും പറ്റത്തില്ല. അപ്പോൾ എന്താണ് ഇനിയിപ്പോൾ ഇതിനുള്ളൊരു പോംവഴി, എങ്ങനെയാണ് ഇതിൻ്റെ സത്യാവസ്ഥകളൊക്കെ അറിയാനായിട്ട് പറ്റുക എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ബാലചന്ദ്രൻ ഇങ്ങനെ ആലോചിച്ച് നടക്കുന്നുണ്ട്. തൽക്കാലം അലീനയോട് ഇപ്പോൾ ചോദിക്കണ്ട എന്ന് തീരുമാനിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ അലീന റിക്കവറായി വരട്ടെ, അതിനുശേഷം അലീനയോട് സംസാരിക്കാമെന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ അലീന ഹോസ്പിറ്റലിൽ നിന്ന് റിക്കവറായി വന്ന അസുഖക്ക് പൂർണ്ണമായും ഭേദമായതിനു ശേഷമാണ് ബാലചന്ദ്രൻ അലീനയോട് ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ടോ. നീ വെറുതെ അല്ലല്ലേ ഇങ്ങോട്ടേക്ക് കയറി വന്നത്, സ്വന്തം അമ്മയുടെ അടുത്തേക്ക് തന്നെയാണല്ലേ നീ വന്നേക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞെട്ടിപ്പോവുകയാണ് അലീന. അത് കേട്ടപ്പോൾ അലീനയ്ക്ക് ആകെ ഷോക്കാവുകയാണ്. സാർ എന്തായി പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ എന്നോട് ഇനി ഒന്നും ഒളിക്കാൻ നിൽക്കണ്ട, എല്ലാ കാര്യങ്ങളും എനിക്കറിയാം, ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറയണം. എന്ത് ധൈര്യത്തിലാണ് നീ ഇങ്ങോട്ടേക്ക് കയറി വന്നത് എന്ന് ചോദിക്കുമ്പോൾ അലീന ആകെ ഷോക്കായി പോവാണ്. സാർ എന്തായി പറയുന്നതെന്ന് ചോദിക്കുകയാണ് വീണ്ടും കേട്ടോ. എന്നെ ചതിക്കുകയായിരുന്നല്ലേ നീയും നിൻ്റെ അമ്മയും ആൾക്കാരും എല്ലാവരും കൂടെ. നിനക്ക് അറിയാമായിരുന്നു അല്ലേ നീ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ സ്വന്തം അമ്മയുടെ അടുത്തേക്കാണ് വരുന്നത് എന്ന് നിനക്കറിയാമായിരുന്നല്ലേ. അങ്ങനെ അമ്മയെ കാണാനായിട്ടാണ് നീ വന്നേക്കുന്നതല്ലേ. നീ വെറുതെ അല്ല എൻ്റെ മക്കളെയൊക്കെ സ്നേഹിച്ചത്, സ്വന്തം സഹോദരങ്ങളെ പോലെയാണെന്നൊക്കെ പറഞ്ഞത് വെറുതെ അല്ല അല്ലേ. അമ്മയെപ്പോലെയും സഹോദരനെ പോലെയും അച്ഛനെ പോലെയും ഒക്കെ ആണെന്ന് പറഞ്ഞത് വെറുതെ അല്ലല്ലേ. നിൻ്റെ സ്വന്തം അമ്മ തന്നെയാണല്ലോ, ആ അമ്മയുടെ മക്കൾ നിനക്ക് സഹോദരങ്ങൾ തന്നെയാണല്ലോ. അതൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ടാണല്ലേ നീ സംസാരിച്ചത്. ഞാൻ മാത്രം വിഡ്ഢിയായി, ഒരു വിഡ്ഢി വേഷം കെട്ടുന്ന ആളായി പോയല്ലോ ഞാൻ എന്നൊക്കെ പറയുമ്പോൾ സാർ എന്തായി പറയുന്നത്, സാറിനെ ഞാൻ എൻ്റെ അച്ഛനെ പോലെയാണ് കണ്ടിട്ടുള്ളത്, എന്നെ ഇങ്ങനെയൊന്നും പറയില്ല എന്ന് പറയുമ്പോൾ അതെ അച്ഛനെ പോലെ, അമ്മയുടെ രണ്ടാം ഭർത്താവല്ലേ, അപ്പോൾ അച്ഛനെ പോലെ തന്നെയല്ലേ കാണാൻ പറ്റുകയുള്ളൂ എന്ന് പറയാണ്. അലീന ആകെ വിഷമിച്ച് പോവുക കേട്ടോ. എന്നിട്ട് ബാലചന്ദ്രൻ അലീനയോട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചോദിക്കുകയാണ്. എന്താണ് നിനക്ക് അറിയാവുന്നത്, നീ എങ്ങനെയാണ് ഇക്കാര്യം അറിഞ്ഞത്, എങ്ങനെയാണ് നീ ഇവിടെ എത്തിച്ചേർന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അലീന ഒന്ന് പതറിപ്പോകുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഇനി എന്നോടൊന്നും മറയ്ക്കാൻ നിൽക്കണ്ട എന്ന് പറയുകയാണ് കേട്ടോ. വളരെ കുറച്ച് ദേഷ്യത്തിലൊക്കെ തന്നെയാണ് പറയുന്നത്. വല്ലാണ്ട് നീ എന്നോട് മറച്ച് വീണ്ടും ഇവിടെ നിൽക്കാനാണ് നിൻ്റെ ഭാവമെങ്കിൽ നടക്കില്ല. ഞാൻ ഇവിടെ ഇപ്പോൾ തന്നെ നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ അറിയാലോ. വൈജയ്ക്ക് നിന്നെ ഇവിടെ നിർത്തുന്നതിൽ ഒട്ടും താല്പര്യമില്ല. ഞാനും കൂടി അതിനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മനു പറഞ്ഞിട്ടൊന്നും ഒരു കാര്യം ഉണ്ടാവത്തില്ല എന്ന് പറയണം. അപ്പം അലീന ആകെ അങ്കലാപ്പിലാവണം, എന്താ ഇപ്പോൾ പറയണ്ടേന്ന് ഓർത്തിട്ടോ. അപ്പോൾ വീണ്ടും ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് സത്യം പറ, എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അലീന എല്ലാ കാര്യങ്ങളും പറയണം. എനിക്ക് അങ്ങനെ കൂടുതലായിട്ടൊന്നും അറിയത്തില്ല. ഒരു ദിവസം ബ്രിജിത്തമ്മ ഇവിടെ പാലായിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് മുത്തശ്ശൻ കാണാനായിട്ട് വന്നത്. അങ്ങനെ മുത്തശ്ശൻ എന്നെ കണ്ട് എന്നെ അനുഗ്രഹിച്ച് അങ്ങനെ പോയതാണ്. അതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് അതെൻ്റെ മുത്തശ്ശനാണ്, അദ്ദേഹത്തിൻ്റെ മകളാണ് എൻ്റെ അമ്മ എന്നുള്ള കാര്യം
അപ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ മുത്തശ്ശൻ എന്നെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് വരും എന്ന് ബ്രിജിത്ത മമ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു. തൽക്കാലം അവരുടെ വൈഫിന്, മുത്തശ്ശിൻ്റെ ഭാര്യയ്ക്ക്, മുത്തശ്ശിക്ക് ഒരു ഹോം നേഴ്സിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഹോം നേഴ്സായിട്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പൊക്കോളാം എന്ന് മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് മുത്തശ്ശൻ മരിച്ചു പോയത്. പിന്നെ ബ്രിജിത്താമ്മയും മരിച്ചുപോയി. ഞാൻ ഒരിക്കലും നിങ്ങൾ വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. അങ്ങനെ അപ്രതീക്ഷിതമായിട്ടാണ് മനുവേട്ടനും സാറും കൂടെ എന്നെ വിളിക്കാനായിട്ട് വരുന്നത്. അത്ര മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ, കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല എന്ന് പറയാണ് അലീന കേട്ടോ. എന്നിട്ട് അങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ കൂടെ കൊല്ലപ്പള്ളിയിലേക്ക് എത്തുന്നത്. കൊല്ലപ്പള്ളിയിൽ എത്തിയിട്ടും എൻ്റെ അമ്മയെ എനിക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അമ്മ വരുന്നതും നോക്കിയിരിക്കുക തന്നെയായിരുന്നു ഞാൻ. അമ്മയെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അമ്മയുടെ ഭർത്താവാണ് മുന്നിൽ നിൽക്കുന്നത് എന്നറിഞ്ഞപ്പോൾ ഒരുപാട് പേടിയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. പിന്നീട് സാറിൻ്റെയും മനുവേട്ടൻ്റെയും ഒക്കെ സംസാരവും പ്രവൃത്തിയും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും സുരക്ഷിതത്വമായ ഒരിടം നിങ്ങൾ രണ്ടുപേരുമാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയാണ് അലീന. അങ്ങനെ അലീനയുടെ ഓരോ വാക്കുകളും കേൾക്കുമ്പോൾ ബാലചന്ദ്രൻ ഇങ്ങനെയെല്ലാം ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരിക്കുക കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിനക്ക് നിൻ്റെ അമ്മയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല സാർ, എനിക്ക് അറിയില്ല എന്താണ് സംഭവിച്ചതെന്ന് എന്നറിയത്തില്ല എന്ന് പറയണം. അപ്പോൾ ബാലചന്ദ്രൻ എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് അലീനയോട് ഭയങ്കര സ്നേഹത്തോട് കൂടിയിട്ടാണ് സംസാരിക്കുന്നത്. എന്താണെങ്കിലും നീ ഇനി ഇവിടെ നിന്ന് എങ്ങോട്ടും പോകുന്നില്ല. നിന്നെ ഇനി വൈജ ഇവിടുന്ന് പറഞ്ഞയക്കാൻ നോക്കുകയാണെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം എന്നൊക്കെ ബാലചന്ദ്രൻ അലീനയ്ക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ പറയുന്നുണ്ട്, ഇനി ഒരിക്കലും നീ എന്നെ സാർ എന്ന് വിളിക്കരുത്, നീ എന്നെ അച്ഛ എന്ന് വിളിക്കണം. നീ അച്ഛ എന്ന് വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ബാലച്ചൻ എന്ന് വിളിച്ചാലും മതി. അപ്പോൾ അലീനയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ട്, ബാലച്ചൻ എന്നാൽ ഞാൻ അങ്ങനെ വിളിക്കാം, പക്ഷേ അത് മാഡം സമ്മതിക്കുമോ എന്നൊക്കെ ചോദിക്കും. മാഡത്തിൻ്റെ ഒരു കാര്യം, മാഡമോ എന്ന് ചോദിക്കുകയാണ് ബാലചന്ദ്രൻ കേട്ടോ. അല്ല സാർ, ഞാൻ അങ്ങനെ വിളിച്ച് ശീലിച്ചത് കൊണ്ട് എന്ന് പറയാൻ, ദേ വീണ്ടും സാറെന്ന്. ഞാൻ പറഞ്ഞില്ലേ അച്ഛ എന്ന് വിളിക്കാൻ. അതേ അച്ഛ, ഞാനേ അമ്മയെ അങ്ങനെ വിളിച്ച് ശീലിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു ശീലിച്ചിട്ടില്ല. ഇനി നീ എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ നിൻ്റെ അമ്മ എന്ന് തന്നെ പറഞ്ഞാൽ മതി എന്ന് പറയണം. വൈജ എന്നെ ചതിക്കുകയായിരുന്നു, വൈജയുടെ വീട്ടുകാർ എന്നെ ചതിക്കുകയായിരുന്നു, ഇതിൻ്റെ പുറകിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് എനിക്ക് അറിഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് ഇങ്ങനെ തീരുമാനം എടുക്കുകയാണ് ബാലചന്ദ്രൻ കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും ഇതാരെയും അറിയിക്കാൻ വിചാരിച്ചല്ല ഇങ്ങോട്ടേക്ക് വന്നത്. എനിക്ക് ബ്രിജിത്ത മമ്മി പോയ സമയത്ത് ഞാൻ ഒറ്റപ്പെട്ട് പോവല്ലോ എന്നോർത്തിട്ട് മമ്മി തന്നെയാണ് ഇവിടെ എത്തിച്ചത്. പക്ഷേ ഇവിടെ എൻ്റെ നിലനിൽപ്പൊക്കെ എങ്ങനെയായിരിക്കുമെന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. എന്ത് വന്നാലും പിടിച്ചു നിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ഒരാളോടും സത്യം പറയരുത് എന്നും പറഞ്ഞിട്ടുണ്ട്. ആ വാക്ക് ഞാൻ പാലിച്ചു. ഞാൻ ഒരാളോടും പറയാൻ പോയില്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ അറിഞ്ഞില്ലേ എന്ന് പറയണം. ഒരിക്കലും സാർ ഇത് അറിയണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. വേറെ ആരറിഞ്ഞാലും സാർ അറിയരുത് എന്ന് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. കാരണം അമ്മയുടെ ജീവിതത്തിലൊരു പ്രശ്നം ഉണ്ടാകും എന്നുള്ളത് ബ്രിജിത്ത മമ്മി നേരത്തെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സംഭവം അറിയുന്ന സമയത്ത്. അതുകൊണ്ട് ആരെയും അറിയിക്കാതെ ഇങ്ങനെ കുറച്ച് നാൾ മുന്നോട്ട് പോവാന്നാണ് കരുതിയിരുന്നത്. കുറച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ജോലി കഴിയുമ്പോൾ എന്തായാലും എനിക്ക് പോവേണ്ടി വരും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ എന്നാണ് കരുതിയിരുന്നത് എന്നൊക്കെ പറയണം അലീന. അപ്പോഴാണ് ബാലചന്ദ്രൻ പറയുന്നത്, ഇനി ഒരിക്കലും നീ ഇവിടെ നിന്ന് എങ്ങോട്ടേക്കും പോവണ്ട എന്ന് പറയുന്നത്. പിന്നീട് അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആ വീട്ടിലുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ അലീനയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് ബാലചന്ദ്രനാണ്. അപ്പോൾ ഓരോ സംഭവങ്ങളും ഞാൻ ഓരോ ദിവസമായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. പക്ഷേ ഇപ്പം നമ്മൾ പറയുന്നത് ബാലചന്ദ്രൻ വൈജയന്തിയുടെ ആ പഴയ കാലം അന്വേഷിച്ച് പോകുന്ന ഒരു എപ്പിസോഡാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വൈജയന്തി എപ്പോഴും സംശയമാണ്. വൈജയന്തിക്ക് അലീനയും ബാലചന്ദ്രനും തമ്മിൽ ഭയങ്കര സ്നേഹത്തിലൊക്കെ നിൽക്കുന്നത് ഭയങ്കര സംശയമാണ്. നീ എൻ്റെ ഭർത്താവിനെ എന്നിൽ നിന്ന് അകറ്റാനാണോടി ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് വരെ വൈജയന്തി അലീനയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്തൊക്കെ അലീന അത് ആദ്യം ഒന്ന് പതറി പോകുന്നുണ്ടെങ്കിലും വളരെ ബോൾഡായിട്ടാണ് അലീന പിന്നീട് പ്രതികരിക്കുന്നത്. ഞാൻ മാഡത്തിൻ്റെ ഭർത്താവിനെ മാഡത്തിൽ നിന്ന് അകറ്റാനൊന്നും ശ്രമിക്കുന്നില്ല, ഞാൻ എൻ്റെ അച്ഛനായിട്ടാണ് കാണുന്നത് എന്ന് പറയുമ്പോൾ, അദ്ദേഹത്തിന് വേറെ 3 മക്കളുണ്ട്, അവർ മതി അച്ഛനായിട്ട് കാണാൻ, അല്ലാതെ നീ ഇപ്പോൾ അച്ഛനായിട്ട് കാണണ്ട, അച്ഛനായിട്ട് കാണുകയാണെന്നും പറഞ്ഞ് എന്തും ആവാലോ, അപ്പോൾ ആരും സംശയിക്കത്തില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അലീനയ്ക്ക് ഭയങ്കര വിഷമം വരുന്നുണ്ട്. കാരണം സ്വന്തം അച്ഛനെ പോലെ കാണുന്ന ഒരു വ്യക്തിയെ കുറിച്ചിട്ടാണ് മോശമായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ അലീനയ്ക്ക് ഭയങ്കര വിഷമം വരുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, എന്താണെങ്കിലും ഞാൻ ഒരിക്കലും എൻ്റെ അമ്മയുടെ വഴിയെ പോകത്തില്ല മാഡം എന്ന് പറയാട്ടോ. അതെന്താ നിനക്ക് അത്രയ്ക്ക് ഉറപ്പ് എന്ന് ചോദിക്കുമ്പോൾ, എന്താണെങ്കിലും എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചതുപോലെ അല്ലെങ്കിൽ എൻ്റെ അമ്മ പോയ വഴിയെ ഞാൻ ഒരിക്കലും പോകത്തില്ല, എന്നും ഞാൻ നല്ല രീതിയിൽ ജീവിച്ചിട്ടുള്ളൂ, ഇനിയും ഞാൻ അങ്ങനെ തന്നെ ജീവിക്കത്തുള്ളൂ എന്ന് അലീന പറയാണ്. അലീനയുടെ ഈ സംസാരമൊക്കെ വൈജയന്തിക്ക് ഭയങ്കര ദേഷ്യം വരുത്തുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഓരോന്ന് സംസാരിക്കുമ്പോഴും ഓരോ കുത്തുവാക്കുകൾ വെച്ചുകൊണ്ടാണ് അലീന സംസാരിക്കുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ വൈജയന്തിക്ക് എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുകയും ചെയ്യുന്നുണ്ട്.
അങ്ങനെ പിന്നീട് ബാലചന്ദ്രനാണെങ്കിൽ പിന്നീട് ഉറക്കമില്ലാത്ത രാവുകളാട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈജയന്തിയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണം. അപ്പോൾ അതിന് ആയിട്ട് ബാലചന്ദ്രൻ ഒരു തീരുമാനത്തിലെത്തുകയാണ്. അപ്പോൾ അമ്മയോട് ചോദിക്കുകയാണെങ്കിൽ തന്നെ അമ്മയ്ക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. അപ്പോൾ അമ്മയാണെങ്കിൽ വയ്യാതെ കിടക്കുകയാണ്. അമ്മയോട് ഇപ്പോൾ കൂടുതൽ കാര്യങ്ങളൊന്നും ചോദിച്ചാൽ തന്നെ അറിയണമൊന്നുമില്ല. അപ്പോൾ എന്നാലും അമ്മയോടൊന്ന് സംസാരിക്കണം എന്ന് ബാലചന്ദ്രൻ തീരുമാനം എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആരുമില്ലാത്ത ഒരു സമയത്താണ് ബാലചന്ദ്രൻ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നിട്ട് മുത്തശ്ശിയോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എന്താ ബാല, എന്താ നീ ചോദിക്കാൻ വന്നതെന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ ഞാൻ അമ്മയോടൊരു കാര്യം ചോദിക്കാൻ, അമ്മ എന്നോട് സത്യസന്ധമായിട്ട് പറയണം എന്ന് പറയണം. വൈജയന്തി ആഗ്രയിൽ പോയി താമസിച്ച സമയത്ത് അവൾക്കൊരു പ്രണയം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ് ബാലചന്ദ്രൻ. മുത്തശ്ശി അതാകെ ഞെട്ടിപ്പോവാട്ടോ. നീ എന്താ ബാല ഇങ്ങനെയൊക്കെ പറയുന്നത്, എന്താ എനിക്ക് മനസ്സിലായില്ല എന്ന് ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് ഞാൻ ചോദിച്ചത് എന്താണെന്ന് മനസ്സിലായില്ലേ? അമ്മയോട് ഞാൻ ചോദിച്ചത് വൈജയന്തിക്ക് ആഗ്രയിൽ വെച്ച് വല്ല പ്രണയമോ മറ്റോ ഉണ്ടായിരുന്നോ എന്നാണ് ഞാൻ ചോദിച്ചത്. അതിൽ നിന്നും ഒഴിവാവാൻ വേണ്ടിയിട്ടാണോ എന്നെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചത് എന്ന് ചോദിക്കുകയാണ്. നീ എന്താ ബാല ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്, എനിക്കൊന്നും അറിയത്തില്ല, നീ എന്തൊക്കെ പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. അല്ല അമ്മേ, ഞാൻ അവളെ ആദ്യം എനിക്ക് കുഞ്ഞിലേ മുതൽ വൈജയെ ഇഷ്ടമായിരുന്നു. ആ ഇഷ്ടം ഞാൻ അവളോട് പറഞ്ഞപ്പോൾ എന്നെ വിളിച്ചു വരുത്തി തല്ലുകയാണ് ഉണ്ടായത്. പിന്നീട് ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് പണവും ഒക്കെ സമ്പാദിച്ച് ഞാൻ വന്ന സമയത്ത്, വിവാഹം ആലോചിച്ച് വന്ന സമയത്ത് ഒരു എതിരും പറയാതെ എനിക്ക് വിവാഹം ചെയ്ത് തരികയാണ് ചെയ്തത് എന്ന് പറയണം. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് എന്താണ് അന്ന് ഞാൻ ചിന്തിക്കേണ്ടതായിരുന്നു, എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ വന്നത് എന്നൊക്കെ ഞാൻ ചിന്തിക്കേണ്ടതായിരുന്നു. പക്ഷേ എനിക്ക് ആ സമയത്ത് വൈജ എൻ്റേതായല്ലോ എന്നുള്ളൊരു സന്തോഷമായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിലുള്ള പണവും ഞാൻ സമ്പത്തൊക്കെ സമ്പാദിച്ചത് കൊണ്ട് എനിക്ക് വിവാഹം കഴിച്ച് തന്നതായിരിക്കാം എന്നാണ് ഞാൻ കരുതിയതിൽ. പക്ഷേ അതിൻ്റെ പുറകിൽ ഇത്രയും വലിയൊരു ചതി ഉണ്ടായിരുന്നു എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു എന്ന് പറയണം. നീ എന്താ ബാല ഈ പറയുന്നത്, ചതിയോ, എന്ത് ചതി എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മ ഇനി കൂടുതൽ ഒളിപ്പിച്ചൊന്നും വെക്കേണ്ട, വൈജയ്ക്ക് അവിടെ വെച്ചൊരു പ്രണയം ഉണ്ടാവുകയും അവരൊരുമിച്ച് താമസിക്കുകയും അതിലൊരു കുഞ്ഞ് പിറക്കുകയും ചെയ്തില്ലേ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ടതും മുത്തശ്ശി ആകെ ഷോക്കായി പോവാട്ടോ. ബാലചന്ദ്രൻ്റെ നാവിൽ നിന്ന് ഇങ്ങനെ ഒരു കാര്യം കേൾക്കുക എന്ന് പറഞ്ഞാൽ മുത്തശ്ശിയുടെ ജീവൻ പോണത് പോലെ. ബാല നീ എന്ന് പറയുമ്പോൾ അതേ അമ്മേ, ഞാൻ തന്നെയാണ് പറയുന്നത്, എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വെച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എൻ്റെ കയ്യിൽ തെളിവും ഉണ്ട്. വൈജ ആഗ്രയിൽ താമസിച്ച സമയത്ത് ഒരാളുമായിട്ട് പ്രണയത്തിലാവുകയും അവരൊരുമിച്ച് താമസിക്കുകയും ഒക്കെ ചെയ്തില്ലേ എന്നൊക്കെ ചോദിക്കണം. മോനെ, അത് എനിക്ക് അതിനെപ്പറ്റി കൂടുതലൊന്നും അറിയത്തില്ല, എന്തൊക്കെയോ കുഴപ്പങ്ങൾ അവിടെ വെച്ച് സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയണം. എന്താണെങ്കിലും എനിക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടണം, എനിക്ക് ആരാണ് വൈജയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആ വ്യക്തി എന്ന് എനിക്ക് അറിയണം എന്നൊക്കെ പറയണം. അതിനുശേഷം അമ്മയോട് ഞാൻ സംസാരിക്കാൻ വരുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും അറിഞ്ഞതിന് ശേഷം ഞാൻ അമ്മയോട് സംസാരിക്കാൻ വരാം എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എടാ ബാല, വൈജമോള് എന്ന് പറയുമ്പോൾ തൽക്കാലം അമ്മയുടെ വൈജമോളെ ഞാൻ ഒന്നും അറിയിച്ചിട്ടില്ല, അവളൊന്നും അറിയണ്ട, അവളിപ്പോൾ എങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലെ തന്നെ അവൾ ഉറഞ്ഞു തുള്ളി നിൽക്കട്ടെ. അവളുടെ തുള്ളൽ ഒരു ദിവസം അവസാനിക്കുന്ന ഒരു ദിവസം വരും, അതുവരെ അവൾ തുള്ളട്ടെ. അണയാൻ പോകുന്ന തീ ആളിക്കത്ത് എന്ന് പറയത്തില്ലേ അമ്മേ, അതുപോലെ തന്നെയാണ് ബാല. അവളെ കൊണ്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ വൈജയ്ക്ക് ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ട് സംഭവിക്കുമോ എന്ന് ഓർത്തിട്ട് ഇങ്ങനെ പറയണം. അമ്മ പേടിക്കണ്ട, എന്താണെങ്കിലും എൻ്റെ 3 മക്കളുടെ അമ്മയല്ലേ, എനിക്ക് അങ്ങനെ ഉപേക്ഷിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. പക്ഷേ ഇങ്ങനെ ഒരു ചതി എന്നോട് ചെയ്തതിന് ഒരിക്കലും ഞാൻ ക്ഷമിക്കത്തില്ല, അതിന് ഞാൻ മാപ്പ് കൊടുക്കത്തില്ല. അതിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് അന്വേഷിച്ച് അറിയാൻ പറ്റുള്ളൂ, അതുകൊണ്ട് ഞാൻ അതിനായിട്ട് ഇറങ്ങി തിരിച്ചേക്കാണ് എന്ന് തന്നെ പറയണം. അങ്ങനെ പിന്നീട് ബാലചന്ദ്രൻ നേരെ ചെല്ലുന്നത് ആഗ്രയിൽ ആയിരുന്നല്ലോ അവർ താമസിച്ചിരുന്നത്. ആഗ്രയിലാണല്ലോ വൈജയന്തി താമസിച്ചിരുന്നത് തൻ്റെ ചേട്ടൻ്റെ കൂടെ. മൂത്ത ചേട്ടനായ ഗംഗാധര മേനോൻ്റെ കുടുംബത്തോടൊപ്പമാണല്ലോ താമസിച്ചിരുന്നത്. അപ്പോൾ അവിടെ എന്താണെങ്കിലും അവരില്ല. അപ്പോൾ അവരവിടുന്ന് റിട്ടയർഡ് ആയതിനൊക്കെ ശേഷം നീലഗിരിയിൽ ഒരു റെസ്റ്റിലാണ്, അതായത് ഒരു റെസ്റ്റ് ലൈഫിലാണ് എന്നുള്ളത് നേരത്തെ തന്നെ മുത്തശ്ശി അലീനയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഗംഗേട്ടൻ ഇവിടെ നീലഗിരിയിലാണ് എന്ന് അറിയാം. അപ്പോൾ അത് കാരണം അവരുടെ കൂടെ ആയിരുന്നല്ലോ വൈജ താമസിച്ചിരുന്നത്. അപ്പോൾ അവരുടെ അടുത്ത് പോയിട്ട് എല്ലാ ഡീറ്റെയിൽസും എടുക്കാനായിട്ട് ബാലചന്ദ്രൻ നീലഗിരിയിലേക്ക് പോവാണ്. വൈജയോട് പറയുന്നില്ല കേട്ടോ ഞാൻ ഇങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത്, വൈജയോട് പറയുന്നില്ല. പക്ഷെ അലീനയോട് എല്ലാ കാര്യങ്ങളും ബാലചന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ. അലീനയോട് പറയുന്നുണ്ട്, ഞാനൊരു അന്വേഷണത്തിനായിട്ട് പോവാണ്, നീലഗിരിയിലേക്കാണ് പോകുന്നത്, പക്ഷെ ഞാൻ പോകുന്നത് അങ്ങോട്ടേക്കാണെന്നോ എന്താണെന്നോ ഒന്നും ഞാൻ വൈജയോട് പറയുന്നില്ല.
നീയും പറയരുത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ നീലഗിരിയിലേക്ക് എത്തുകയാണ്. അപ്പം ഗംഗാധരൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ്. അങ്ങനെ ഗംഗേട്ടൻ്റെ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് അദ്ദേഹം അങ്ങനെ അസുഖമായിട്ട് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാലനെ കണ്ടപ്പോൾ ബാലേന്ദ്ര നീ ആണോ വന്നത്, നീ എന്താ വന്നേ, അവരെന്തേ, വൈജി എന്തേ, മക്കളെന്തേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഗംഗാധരനും അദ്ദേഹത്തിൻ്റെ ഭാര്യ കേട്ടോ. ഞാൻ അവരെ ഒന്നും കൊണ്ടുവന്നില്ല, ഞാൻ മാത്രം വന്നതാണ്, എനിക്കൊരു തനിച്ച് വരേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു, അവരെയും കൂട്ടി വരാൻ പറ്റിയ ഒരു സാഹചര്യമായിരുന്നില്ല എന്ന് പറയണം. അപ്പോൾ ബാലചന്ദ്രൻ്റെ ഈ ഗൗരവം ഒക്കെ കണ്ടപ്പോൾ ഗംഗാധരന് എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട്. അപ്പോഴും ഗംഗാധരൻ്റെ ഭാര്യ ചോദിക്കുന്നുണ്ട്, എന്നാലും അവരെ കൂടി കൊണ്ടുവരായിരുന്നു, എത്ര നാളായി കണ്ടിട്ട്, കൃഷ്ണമോളൊക്കെ സുഖമായിട്ടിരിക്കുന്നു ബാലേന്ദ്രൻ ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, മക്കളൊക്കെ നന്നായിട്ടിരിക്കുന്നു എന്ന് ബാലചന്ദ്രൻ പറയാണ്. ചേട്ടത്തി പോയി കുടിക്കാൻ എന്തെങ്കിലും എടുത്തോ, എനിക്ക് ഗംഗേട്ടനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറയാട്ടോ. അങ്ങനെ ഗംഗാധരൻ്റെ ഭാര്യ അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്താ ബാലചന്ദ്ര നിനക്ക് ചോദിക്കാനുള്ളത്, നീ എന്താണ് ചോദിക്കാൻ വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, വെറുതെ നീ വരില്ല എന്ന് എനിക്കറിയാം, എന്തോ കാര്യമായിട്ട് നിനക്ക് എന്നോട് പറയാനും ചോദിക്കാനും ഉണ്ട്, അതെന്താണെന്ന് ചോദിക്കണം. ഗംഗേട്ടനോട് എനിക്ക് ദേഷ്യമോ വെറുപ്പോ ഒന്നുമില്ല, ഞാൻ ഇത്രയും നാളും വളരെ റെസ്പെക്റ്റ് ആയിട്ട് കണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഗംഗേട്ടൻ. എനിക്ക് മറ്റാരെക്കാളും സ്വാതന്ത്ര്യം ശിവേട്ടനോടാണെങ്കിൽ പോലും, കൂടുതലും കമ്പനി ശിവേട്ടനോടാണെങ്കിലും എനിക്ക് ഗംഗേട്ടനോട് ഭയങ്കര സ്നേഹവും ബഹുമാനവും ഒക്കെ തന്നെയാണ്. അതൊക്കെ നിലനിർത്തിക്കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. എന്നോട് കള്ളം പറയാൻ നിൽക്കരുത്, എല്ലാ കാര്യങ്ങളും ഒരുവിധം അറിഞ്ഞിട്ടാണ് ഞാൻ വന്നേക്കുന്നത്, അപ്പോൾ എനിക്ക് സത്യസന്ധമായിട്ടുള്ള മറുപടിയാണ് കിട്ടേണ്ടത് എന്ന് പറയണം. നീ ചോദിക്കുക ബാല, ഞാൻ പറയാം, എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ പറയാം, എന്താണ് നിനക്ക് അറിയേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഗംഗേട്ടൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ചോദ്യമാണ് ബാലചന്ദ്രൻ ചോദിക്കുന്നത് കേട്ടോ. അന്ന് ആഗ്രയിൽ നിങ്ങളുടെ കൂടെ ആയിരുന്നില്ലേ വൈജ താമസിച്ചിരുന്നത് എന്ന് ചോദിക്കണം. അതെ എന്ന് പറയണം. ആ സമയത്ത് വൈജയ്ക്ക് ആരോടെങ്കിലും അടുപ്പം ഉണ്ടായിരുന്നോ, വല്ല പ്രണയമോ മറ്റോ എന്ന് ചോദിക്കുമ്പോൾ ഗംഗേട്ടൻ ഒന്ന് ഷോക്കാവുന്നുണ്ട്. എന്താ ബാല നിനക്കിപ്പോൾ അങ്ങനെ തോന്നാൻ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ചോദിച്ചതിന് മറുപടി ഗംഗേട്ടൻ പറഞ്ഞില്ലല്ലോ, ഗംഗേട്ടൻ അതിനൊരു മറുപടി താ എന്ന് പറയാട്ടോ. അപ്പോൾ ഗംഗാധര മേനോൻ പറയുന്നത്, ബാല നീ എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ ചോദിക്കാൻ എന്ന് ചോദിക്കാൻ കേട്ടോ. വീണ്ടും ഗംഗേട്ടാ, എല്ലാം അറിഞ്ഞു വെച്ചിട്ടാണ് ഞാൻ വന്നേക്കുന്നത്, എന്നെ ഇനി ഒന്നും ഒളിക്കാൻ നിൽക്കണ്ട. വൈജയുടെ ജീവിതത്തിൽ അന്ന് സംഭവിച്ച എല്ലാ കാര്യങ്ങളും എനിക്ക് വ്യക്തമായിട്ട് അറിയാം, കുറേയൊക്കെ അറിയാം. അതിൻ്റെ പൂർണ്ണത വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നത്. ഞാൻ ഇവിടെ വന്ന കാര്യം വൈജ അറിയത്തില്ല, ഞാൻ വീട്ടിൽ പറയാതെയാണ് ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന കാര്യമോ ഒന്നും ആരും അറിയാനും പാടില്ല. ഗംഗേട്ടൻ എല്ലാ കാര്യങ്ങളും എന്നോട് പറയണം എന്ന് പറയണം. അങ്ങനെ വൈജയ്ക്ക് അങ്ങനെ ഒരു പ്രണയം ഉണ്ടായിരുന്നോ, വൈജയ്ക്ക് ആരോടെങ്കിലും അടുപ്പം ഉണ്ടായിരുന്നോ, അവരൊന്നിച്ച് താമസിച്ചിരുന്നോ, അങ്ങനെയൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ബാലചന്ദ്രൻ. അപ്പോൾ ഇനി ഗത്യന്തരമില്ലാതെ എല്ലാ കാര്യങ്ങളും പറയാനായിട്ട് തുടങ്ങുകയാണ് ഗംഗാധര മേനോൻ. പറയുന്നുണ്ട്, ഞങ്ങളുടെ കൂടെ താമസിച്ചിരുന്ന സമയത്ത് എൻ്റെ ഒരു കീഴുദ്യോഗസ്ഥനുണ്ടായിരുന്നു, എൻ്റെ കൂടെ ഏത് സമയം കാണുമായിരുന്നു അവൻ. സ്റ്റാൻലിൻ എന്നാണ് പേര്, ഞങ്ങൾ സ്നേഹപൂർവ്വം ലാലിച്ച എന്ന് വിളിക്കുന്ന സ്റ്റാൻലിനാണ്, കേണൽ സ്റ്റാൻലിൻ. എൻ്റെ കൂടെ ഏത് സമയവും വീട്ടിലൊക്കെ വരുമായിരുന്നു. അങ്ങനെ അവർ തമ്മിൽ കാണുകയും ഇഷ്ടത്തിലാവുകയും ചെയ്തു. പിന്നീട് അവിടെ തന്നെയുള്ള ഈ ആർമി സ്കൂളിലായിരുന്നല്ലോ അവൾ വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അവിടെയൊക്കെ അവൾക്ക് ഒരുപാട് അവർക്ക് അങ്ങനെ ഒരു ഫ്രീഡം കിട്ടുകയും അവർ തമ്മിൽ അടുപ്പത്തിലാവുകയും ചെയ്തു. പിന്നീട് ഞങ്ങളെ ആരെയും അറിയിക്കാതെ അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് താമസിക്കാനൊക്കെ തുടങ്ങി എന്ന് പറയാണ് കേട്ടോ. അതായത് എനിക്ക് അവിടുന്ന് റിട്ടയർഡായി ഞാൻ ഡൽഹിക്ക് പോയ സമയത്ത് വൈജ അവിടെ നിന്ന് പോയില്ല, വൈജ അവൻ്റെ കൂടെ അവിടെ താമസിക്കാൻ തുടങ്ങി. അങ്ങനെ അവർ ഒരുമിച്ച് ഏതോ പള്ളിയിലൊക്കെ പോയി ജസ്റ്റ് ഒരു മിന്നുകെട്ട് നടത്തി താമസിക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നീടാണ് വൈജ വീട്ടിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള വിവരം അറിഞ്ഞിട്ട് അവിടുന്ന് അച്ഛനൊക്കെ അന്വേഷിച്ച് വരികയും അവരെ വൈജയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയൊക്കെ ചെയ്തത്. ആ സമയത്ത് സ്റ്റാൻലി വീട്ടിലില്ലാതിരുന്ന സമയത്താണ് വൈജയെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. കാരണം അവരൊരുമിച്ച് നിന്നിരുന്ന സമയത്ത് എന്തോ ഒരു അത്യാവശ്യ കാര്യത്തിന് സ്റ്റാൻലി നാട്ടിലേക്ക് പോയിട്ട് തിരിച്ചു വരാതിരിക്കുകയും അങ്ങനെയാണ് വൈജയെ അന്വേഷിച്ച് ചെല്ലുകയും പിന്നെ സ്കൂളിലെ ജോലിയൊക്കെ ഒഴിവാക്കി തിരിച്ചു കൊണ്ടുവരുന്നത്. ആ സമയത്ത് വൈജ ഏകദേശം 7-8 മാസത്തോളം ഗർഭിണിയായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ അവരുടെ വിവാഹം കഴിഞ്ഞിരുന്നു എന്ന് ചോദിക്കുമ്പോൾ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞിട്ടില്ല, ഏതോ ഒരു പള്ളിയിൽ പോയിട്ട് മിന്നു കെട്ടിയിട്ടുണ്ട് എന്ന് പറയണം ഗംഗേട്ടൻ. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട്, ഇതൊക്കെ ഒളിപ്പിച്ച് വെച്ചുകൊണ്ടല്ലേ എൻ്റെ തലയിൽ വൈജയെ കെട്ടിവെച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതിരിക്കട്ടോ ഗംഗാധര മേനോൻ. അപ്പോൾ പറയുന്നുണ്ട്, അതല്ലാതെ ഞങ്ങൾക്ക് വേറെ വഴിയില്ലായിരുന്നു, എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരുന്നു എങ്കിൽ നീ അവളെ സ്വീകരിക്കുമായിരുന്നോ ബാലേന്ദ്ര എന്ന് ചോദിക്കുമ്പോൾ ബാലേന്ദ്രന് ഉത്തരമില്ല കേട്ടോ. പക്ഷേ എന്നാലും എന്നെ ചതിക്കുകയായിരുന്നില്ലേ ചെയ്തത്, ഇങ്ങനെയൊരു പെണ്ണിനെയാണല്ലോ എൻ്റെ തലയിൽ കെട്ടിവെച്ചത് എന്ന് പറയണം. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്നിട്ട് അവൾ എന്ത് ചെയ്തു, അവളെ പ്രസവിച്ച ആ കുഞ്ഞെവിടെ എന്നൊക്കെ ചോദിക്കുകയാണ്.
പിന്നീട് അവളുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കണം. പിന്നീട് അവളെ നേരെ തിരുവനന്തപുരത്തേക്കാണ് കൊണ്ടുപോയത്. അവിടെ ഒരു അമ്മാവനുണ്ടായിരുന്നല്ലോ, അമ്മയുടെ അമ്മാവൻ, ആ വീട്ടിലേക്കാണ്, ശാസ്തമംഗലത്തെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത്. അപ്പോൾ അവളുടെ പ്രസവം ആ കാര്യങ്ങളൊക്കെ അത് തീരുന്നത് വരെ അവളെ അവിടെ താമസിപ്പിച്ചു. പിന്നീട് ആ കുഞ്ഞ് പ്രസവത്തോടു കൂടി മരിച്ചു പോവുകയാണ് ചെയ്തത് എന്ന് പറയണം. ഗംഗേട്ടൻ പറയുന്ന ഇത്രയും നേരം പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ വിശ്വസിച്ചു. പക്ഷേ ലാസ്റ്റ് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടല്ലോ, പ്രസവത്തോടു കൂടിയിട്ട് ആ കുഞ്ഞ് മരിച്ചു പോയി എന്ന് പറഞ്ഞത്, അതെനിക്ക് അത്രയ്ക്ക് വിശ്വാസം വരുന്നില്ലല്ലോ ഗംഗേട്ട എന്ന് പറയുമ്പോൾ ഗംഗാധരൻ മേനോൻ ഒന്ന് പതറി പോകുന്നുണ്ട് കേട്ടോ. അതെന്താ ബാലേന്ദ്ര നീ അങ്ങനെ ചോദിച്ചത് എന്ന് ചോദിക്കുകയാണ്. എന്നാലും ആ കുഞ്ഞ് പ്രസവത്തിൽ മരിച്ചുപോയി എന്ന് പറയുന്നത് എനിക്ക് വിശ്വാസമില്ലല്ലോ ഗംഗേട്ട എന്ന് പറയുമ്പോൾ, അതേ ബാലേന്ദ്ര ആ കുഞ്ഞ് മരിച്ചുപോയി, പ്രസവത്തോട് കൂടിയിട്ട് മരിച്ചുപോയി എന്ന് പറയുമ്പോൾ, എൻ്റെ ഗംഗേട്ടൻ ആരോടാണ് ഈ പറയുന്നത്? ആ മരിച്ചുപോയ കുഞ്ഞ് ജീവനോടെ എൻ്റെ കൺമുന്നിൽ വന്ന് നിൽപ്പുണ്ട് എന്ന് പറയാണ് കേട്ടോ. അത് കേട്ടതും ഗംഗാധരമേനോൻ ആകെ അന്തം വിട്ട് ഇങ്ങനെ ആകെ പതറി നിൽക്കുകയാണ്. നീ എന്താ ബാലേന്ദ്ര ഈ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അതെ, എൻ്റെ വീട്ടിൽ എൻ്റെ കൂടെ ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറയണം. അതെങ്ങനെ എന്ന് ചോദിക്കുകയാണ്. അതൊക്കെ എങ്ങനെ എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. നിങ്ങളും നിങ്ങളുടെ അച്ഛനും നിങ്ങളുടെ പെങ്ങളും ഒക്കെ ഭയങ്കര സംഭവം തന്നെയാണ്. എല്ലാവരും ചേർന്നിട്ട് എന്നെ ചതിക്കുകയായിരുന്നില്ലേ? എത്ര മാന്യമായിട്ട് നല്ല രീതിയിലായിരുന്നു ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. എന്നെ തന്നെ നിങ്ങൾക്ക് ചതിക്കാൻ കിട്ടിയല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഗംഗാധരൻ മേനോൻ ചോദിക്കുന്നുണ്ട്, എന്നാലും ആ കുഞ്ഞ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ, ആ കുഞ്ഞ് മരിച്ചു പോയിന്നല്ലേ ഗംഗേട്ടൻ പറഞ്ഞത്, പിന്നെ എങ്ങനെ ആ കുഞ്ഞ് എവിടെയെന്ന് ഗംഗേട്ടൻ ചോദിക്കുക? അല്ല, നീയല്ലേ പറഞ്ഞത് നിൻ്റെ കൂടെ ഉണ്ടെന്ന്? ഞാൻ പറഞ്ഞു, പക്ഷെ ആ കുഞ്ഞിന് എന്താ സംഭവിച്ചതെന്ന് ഗംഗേട്ടൻ പറഞ്ഞില്ലല്ലോ എന്ന് പറയണം. അത് ബാലേന്ദ്ര, അത് കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ കുഞ്ഞിനെ ഒരു സ്ത്രീക്ക് കൈമാറി, ഒരു ഓർഫനേജിലേക്ക് കൈമാറുകയാണ് ചെയ്തത് എന്ന് പറയാണ് ബാലചന്ദ്രൻ. അത് ആർക്കാണ് കൊടുത്തതെന്ന് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ, അതൊന്നും എനിക്ക് അറിയത്തില്ല, അത് അമ്മാവൻ്റെ ഇതിൽ വന്നതായിരുന്നു. അച്ഛനും അമ്മാവനും കൂടിയാണ് ആ സ്ത്രീയെ കണ്ടതും സംസാരിച്ചതും അങ്ങനെ ആ കുഞ്ഞിനെ ഏൽപ്പിച്ചതും എന്ന് പറയണം. അതൊരു പെൺകുഞ്ഞായിരുന്നു എന്നും കൂടി പറയുന്നുണ്ട്. അതേ, പെൺകുഞ്ഞായിരുന്നു, അതല്ലേ ഞാൻ പറഞ്ഞത്, എൻ്റെ കൺമുന്നിൽ വന്ന് നിൽപ്പുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ എന്ന് പറയാണ് ബാലചന്ദ്രൻ. അപ്പോൾ ഗംഗാധരനാണെങ്കിൽ ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ നിൻ്റെ അടുത്ത് എത്തിയെന്ന് ചോദിക്കുമ്പോൾ, നിങ്ങളുടെ അച്ഛൻ തന്നെ പോയി കൂട്ടിക്കൊണ്ടുവന്നതാണ്. അവളെ ഏൽപ്പിച്ച ആ സ്ത്രീ ക്യാൻസർ വന്നു, അസുഖം വന്നു, കിഡ്നി ഫെയിലിയർ വന്നു മരിച്ചുപോയി. ആ സമയത്ത് നിങ്ങളുടെ അച്ഛൻ തന്നെയാണ് അവളെ കൂട്ടിക്കൊണ്ടുവന്നത് നിങ്ങളുടെ അമ്മയെ നോക്കാനായിട്ട്. ഇപ്പോൾ എൻ്റെ വീട്ടിലെ അമ്മയെ നോക്കി പരിചരിച്ച് വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത് ഒരു വീട്ടു വേലക്കാരിയായിട്ട് സ്വന്തം അമ്മയുടെ കൂടെ അവൾ ജീവിക്കുന്നുണ്ട്. പക്ഷെ ഒരാൾക്കും, ഞാനൊഴികെ ഒരാൾക്കും അറിയത്തില്ല അവൾ ആരാണ് എന്നുള്ള സത്യം. വൈജയ്ക്ക് പോലും അറിയത്തില്ല സ്വന്തം മകളാണ് ഒരു ജോലിക്കാരിയായിട്ട് നിൽക്കുന്നത് എന്ന്. അവളെ വെറും വേലക്കാരിയാക്കിയിട്ട് ഒരുപാട് ദ്രോഹിച്ചും ഉപദ്രവിച്ചുമാണ് അവൾ അവിടെ കൊണ്ട് നടക്കുന്നത് എന്ന് പറയാണ്. ഇതൊക്കെ കേട്ടിട്ട് ഗംഗാധര മേനോൻ ആകെ ഷോക്കാവുക കേട്ടോ. അപ്പോൾ ഇതൊരു പുതിയ അറിവാണല്ലോ, അലീന വൈജയുടെ വീട്ടിലുണ്ട് എന്നുള്ളത്. അവളുടെ മകൾ, വൈജയുടെ മകൾ വൈജയുടെ വീട്ടിലൊരു ജോലിക്കാരിയായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ എന്നിട്ട് നീ എന്താ വൈജയോട് ചോദിക്കുക ഞാൻ ചോദിക്കുമ്പോൾ, എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമായിരുന്നു. വൈജയോട് ചോദിക്കുകയല്ല, വൈജയെ ഞാൻ ഒരിക്കലും ഇക്കാര്യം അറിയിക്കത്തില്ല. അതാണ് ഞാൻ അവൾക്ക് കൊടുക്കാൻ പോകുന്ന ശിക്ഷ. ഒരിക്കലും അവൾ അറിയാൻ പാടില്ല അവളുടെ മകളാണ് അലീന എന്നുള്ളത്. അതാണ് ഞാൻ അവൾക്ക് കൊടുക്കാൻ പോകുന്ന ശിക്ഷ എന്ന് പറയണ. ഗംഗേട്ടൻ വിഷമിക്കേണ്ട, ഞാൻ ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ എന്തായാലും നിങ്ങളുടെ പെങ്ങളെ ഞാൻ ഉപേക്ഷിക്കാൻ പോകുന്നില്ല. പക്ഷേ അവളും ഒത്തുള്ള ഒരു ജീവിതം അത് ഇനി എങ്ങനെ സാധ്യമാകുമെന്ന് എനിക്കറിയത്തില്ല. അതിൻ്റെ കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. പക്ഷേ അവളെ ഞാൻ ഡിവോഴ്സ് ചെയ്യുകയോ ഉപേക്ഷിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. കാരണം എൻ്റെ 3 മക്കളുടെ അമ്മയാണ്. അവർക്ക് അമ്മയെയും വേണം അച്ഛനെയും വേണം. എന്നെ വേണ്ടതുപോലെ തന്നെ അവർക്ക് അമ്മയെയും വേണം. അതുകൊണ്ട് അവളെ ഞാൻ ഉപേക്ഷിക്കത്തില്ല. പക്ഷെ അവൾക്ക് ഞാൻ കൊടുക്കാൻ പോകുന്ന ശിക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവൾ ഒരിക്കലും അറിയാൻ പോകുന്നില്ല അവളുടെ സ്വന്തം മകളാണ് ഈ വീട്ടുവേലക്കാരിയായിട്ട് ഈ വീട്ടിൽ നിന്നിരുന്നു എന്നുള്ള കാര്യം അവളെ ഞാൻ അറിയിക്കത്തില്ല. അറ്റ്ലീസ്റ്റ് അലീന വീട്ടിൽ നിന്ന് പോകുന്നത് വരെയെങ്കിലും ഞാൻ അവളെ അറിയിക്കത്തില്ല എന്ന് പറയണം. അപ്പോൾ ഗംഗാധരമേനോൻ പറയുന്നുണ്ട്, എനിക്ക് അവളുടെ ഒരു ഫോട്ടോ എങ്കിലും ഒന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിക്കുമ്പോൾ, ഫോട്ടോയൊന്നും എൻ്റെ കയ്യിലില്ല. അവൾ എത്ര നല്ല കുട്ടിയാണെന്നറിയാമോ ഗംഗേട്ടന്? ഇത്രയും നല്ല അടക്കവും ഒതുക്കവും ഉള്ള, ഇത്രയും സ്നേഹസമ്പന്നയായിട്ടുള്ള, ഇത്രയും നന്മയുള്ള ഒരു കുട്ടിയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് പറയണം. അപ്പോൾ ഗംഗാധരൻ മേനോൻ പറയുന്നുണ്ട്, അത് അവളുടെ അച്ഛൻ്റെ ഗുണമായിരിക്കും എന്ന് പറയണം. അപ്പോൾ അതാരാണ് എന്നുള്ള കാര്യങ്ങളും കൂടെ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ.
ബാലചന്ദ്രൻ ചോദിക്കുകയാണ് അവളുടെ അച്ഛൻ ആരാണ്, എനിക്ക് അവരുടെ ആരാണെന്ന് അറിയണം എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ വേണോ ബാലേന്ദ്ര, ഏതായാലും ഇത്രയും വർഷങ്ങളായി എല്ലാം കഴിഞ്ഞു പോയി, ഇനി അതിൻ്റെ പുറകെ പോകണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പോകണം, എനിക്ക് പോയേ പറ്റൂ, എനിക്ക് അറിയണം ആരാണ് വൈജയുടെ ജീവിതത്തിലേക്ക് ആദ്യം കടന്നു വന്ന ആ വ്യക്തിയെന്ന്, ആരാണ് അലീനയുടെ അച്ഛനെന്ന് എനിക്ക് അറിയണം എന്ന് പറയാണ് ബാലചന്ദ്രൻ. അപ്പോൾ വേറെ വഴിയില്ലാണ്ട് പറയുന്നുണ്ട്, എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന എൻ്റെ കീഴുദ്യോഗസ്ഥനായിരുന്നു കേണൽ സ്റ്റാൻലി എന്ന് പറയാണ്. അപ്പോൾ എവിടെയാണ് നാട്, താമസമൊക്കെ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ തൊടുപുഴയ്ക്ക് അടുത്ത് മൂവാറ്റുപുഴ ആ ഭാഗത്താണ്, മൂവാറ്റുപുഴയോ തൊടുപുഴയോ അങ്ങനെ ഏതോ ഒരു സ്ഥലമാണ് അവിടെ താമസിക്കുന്നത് എന്ന് പറയാണ്. അപ്പോൾ അവിടുത്തെ അഡ്രസ്സോ മറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഇപ്പോൾ വീടൊക്കെ മാറിയില്ല, അപ്പോൾ കിട്ടാനൊക്കെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അറിയത്തില്ല എന്ന് പറയാണ്. അതൊക്കെ ഗംഗേട്ടൻ വെറുതെ പറയുന്നതല്ലേ, ഗംഗേട്ടൻ്റെ കയ്യിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അഡ്രസ്സ് ഉണ്ടായിരിക്കും, ഗംഗേട്ടൻ അങ്ങനെ ആരെയും വിട്ട് കളയുന്ന ആളല്ലല്ലോ, എന്തായാലും ഗംഗേട്ടൻ്റെ വിശ്വസ്തനായിട്ട് കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയല്ലേ, അപ്പോൾ എന്തായാലും ഗംഗേട്ടൻ അദ്ദേഹത്തിൻ്റെ നമ്പേഴ്സൊക്കെ അറിയുന്നുണ്ടായിരിക്കും, എനിക്ക് എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് തരണം. എന്തിനാ ബാലേന്ദ്ര, അയാൾ വേറെ വിവാഹം കഴിച്ച് കുടുംബമൊക്കെ ആയിട്ട് താമസിക്കുകയായിരിക്കും, വെറുതെ ഇനി അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കണമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പ്രശ്നം ഉണ്ടാക്കാനൊന്നുമല്ല, ഒരു പ്രശ്നത്തിനും ഞാൻ പോവില്ല, എനിക്ക് അദ്ദേഹത്തെ കാണണം, അയാളെ എനിക്ക് കാണണം, അയാളെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനും കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തെ അറിയിക്കാനുമുണ്ട് എന്ന് പറയാട്ടോ. അപ്പോൾ വേറെ വഴിയില്ലാണ്ട് ഗംഗാധര മേനോൻ ബാലചന്ദ്രന് എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ മേനോൻ സ്റ്റാൻലിയുടെ എല്ലാ ഡീറ്റെയിൽസും ഒക്കെ എടുത്തിട്ട് അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരിക കേട്ടോ. അപ്പോൾ ഗംഗേട്ടനോട് പറയുന്നുണ്ട്, ഞാനിവിടെ വന്നിട്ടുമില്ല, ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല, ചോദിച്ചിട്ടുമില്ല, നിങ്ങൾ എന്നെ കണ്ടിട്ടുമില്ല, ഞാൻ ഒരിക്കലും വൈജയോട് ഇക്കാര്യം സംസാരിക്കാനും പോകുന്നില്ല, അതുകൊണ്ട് നിങ്ങളായിട്ട് ഇനി ഇത് അവളെ അറിയിച്ച് കൊളമാക്കാതിരുന്നാൽ മതി എന്ന് പറയുകയും അങ്ങനെ ബാലചന്ദ്രൻ വീട്ടിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബാലചന്ദ്രൻ്റെ വീട്ടിലേക്ക് ലേറ്റായിട്ടും കാണില്ല കേട്ടോ, 2 ദിവസമായി ബാലചന്ദ്രൻ പോയിട്ട്, ഫോൺ വിളിച്ചാൽ എടുക്കത്തില്ല, എവിടെയാണെന്ന് പറയത്തില്ല. അങ്ങനെ ബാലചന്ദ്രൻ അങ്ങനെ രാത്രിയിൽ ലേറ്റായിട്ടാണ് വീട്ടിലെത്തുന്നത്. അങ്ങനെ വൈജ ചോദ്യം ചെയ്യുന്നുണ്ട്, ഇത്രയും ദിവസം ബാലചന്ദ്രൻ എവിടെയായിരുന്നു, ഒന്ന് ഫോൺ എടുക്കില്ല, എവിടെ പോയി കിടക്കായിരുന്നു എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രനാണെങ്കിൽ എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് പോകാൻ പാടില്ല, എനിക്ക് 1-2 സ്ഥലങ്ങളിൽ പോകാനുണ്ടായിരുന്നു, അത് എവിടെയാണെന്നൊന്ന് പറഞ്ഞിട്ട് പൊക്കൂടെ, ബാക്കിയുള്ളവരെ തീറ്റിക്കാനായിട്ട് എന്ന് ചോദിക്കുകയാണ് വൈജ. നീ എന്തിനാ തീ തിന്നണേ, നീ എന്നെപ്പറ്റി ചിന്തിച്ച് എന്തിനാ തീ തിന്നണേ, എന്നെ പറ്റിച്ച് ജീവിക്കുന്നവർ എന്തിനാ എന്നെപ്പറ്റി ചിന്തിക്കുന്നത് എന്നൊക്കെ ബാലചന്ദ്രൻ പറയുമ്പോൾ, ഞാൻ ബാലചന്ദ്രനെ പറ്റിച്ച് ജീവിക്കുകയാണെന്നോ, എന്താ ഉദ്ദേശിച്ചെന്ന് മനസ്സിലായില്ല എന്ന് പറയട്ടോ. അതേ, തെറ്റ് ചെയ്തവർക്ക് അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ചെയ്ത തെറ്റ് മറയ്ക്കാനുണ്ടായിരിക്കും, അതുകൊണ്ട് അവർ മറ്റുള്ളവരെ ഇങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും, മറ്റുള്ളവരോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും, അതാണ് ഇവിടെ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ അകത്തേക്ക് പോകണം. അങ്ങനെ അകത്തേക്ക് ചെല്ലുന്ന സമയത്ത് അലീന അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീനയോട് ഭയങ്കര സ്നേഹത്തോടു കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, അച്ഛൻ ഇത്ര ലേറ്റ് ആയത് എന്തെന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛന് വല്ലതും കഴിച്ചോന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ കഴിച്ചു മോളെ, എനിക്കൊന്നും വേണ്ട എന്ന് നല്ല രീതിയിലാണ് സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അലീന ഇങ്ങനെ വൈജയെ നോക്കുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ അകത്തേക്ക് പോയ സമയത്ത്, എന്നോട് ഇങ്ങനെ ദേഷ്യം കാണിച്ചിട്ട് നിന്നോട് നല്ല രീതിയിൽ സംസാരിക്കുന്നല്ലോ, നീയാണോ അദ്ദേഹത്തിൻ്റെ ഭാര്യ, ബാലേന്ദ്രൻ്റെ ഭാര്യ നീയാണോ, ഞാനല്ലേ. അപ്പോൾ അലീനയ്ക്ക് ദേഷ്യം വന്നിട്ട് അലീന പറയുന്നുണ്ട്, വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം, ഞാൻ അച്ഛൻ്റെ മകളാണ്, അല്ലാതെ വേറെ രീതിയിൽ എന്നെ അങ്ങനെ കാണരുത് എന്ന് പറയണം. ഏത് മകൾ, എവിടുത്തെ മകൾ എന്നൊക്കെ ചോദിക്കുകയാണ് വൈജ. അങ്ങനെ വീണ്ടും അലീനയും ബാലചന്ദ്രനും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെ വളരെ മോശമായിട്ട് കണ്ട് അങ്ങനെ അതിനെ എതിർത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വൈജ കേട്ടോ. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ബാലചന്ദ്രൻ ഒരു തീരുമാനം എടുക്കുകയാണ്. അങ്ങനെ അലീന അവിടെ നിന്ന് പോകേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വരുന്നുണ്ട്. ആ സമയത്ത് ബാലചന്ദ്രൻ അലീനയുടെ അച്ഛനെ അന്വേഷിച്ച് പോകുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റോറി ഞാൻ അടുത്തൊരു എപ്പിസോഡിലായിട്ട് പറഞ്ഞ് അപ്ലോഡ് ചെയ്യാം. അങ്ങനെ ബാലചന്ദ്രൻ സ്റ്റാൻലി അന്വേഷിച്ച് പോകുന്ന സ്റ്റോറി ഞാൻ അടുത്തൊരു എപ്പിസോഡിലായിട്ട് പറയാം കേട്ടോ. അത് മാത്രമല്ല, ബാലചന്ദ്രൻ ഗംഗാധരൻ്റെ അടുത്ത് പോയ സമയത്ത് അവിടെ വെച്ച് നമ്മുടെ അലീനയുടെ അച്ഛൻ്റെ ഫോട്ടോസൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പട്ടാളക്കാരുടെ ആ ഒരു ആൽബത്തിലൊക്കെ നോക്കിയിട്ട് അതിൽ നിന്ന് ഒരു ഫോട്ടോ ഒക്കെ ബാലചന്ദ്രനെ എടുത്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫോട്ടോ ഒക്കെ ഫോണിൽ ഫോട്ടോ എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ബാലചന്ദ്രൻ. അങ്ങനെ അലീനെ കാണിച്ചു കൊടുക്കുന്നൊന്നുമില്ല, പക്ഷേ അയാൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും ഇനി അതിൻ്റെ ഒരു സ്റ്റോറി ഞാൻ അടുത്തൊരു എപ്പിസോഡിലായിട്ട് നാളെയോ മറ്റന്നാളോ ആയിട്ട് പറഞ്ഞ് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ കമൻറ്റ് ചെയ്യാനോ ഒന്നും മറക്കരുത് കേട്ടോ.